അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം. ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ പോകുന്നത്. സഖ്യം തെറ്റിച്ച സുഗ്രീവനെ ഒന്ന് ഭയപ്പെടുത്താൻ ശ്രീരാമ നിർദ്ദേശാനുസരണം കിഷ്കിന്ധയിലേക്ക് യാത്രയായി ലക്ഷ്മണൻ. വാനര വംശം ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുവാനുള്ള രോക്ഷം ജ്വലിച്ചു നിന്നു ലക്ഷ്മണനിൽ. രാമായണം വിമർശനം നേരിടുന്ന കാര്യങ്ങളെ വിശദീകരിക്കാനായി ചില വരികൾ ഇവിടെ ഇങ്ങനെ ഉദ്ധരിക്കുന്നു. ദേവൻ്റെ ലീലകൾ സർവവിജ്ഞാനപ്രദമാണ്. ഈശ്വരൻ ഒരു സാധാരണ മനുഷ്യനായി പിറന്ന് ഭൂമിയിലെ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചു. ദുഷ്ടനു ശിക്ഷ, ശിഷ്ടനു രക്ഷയും നൽകി. ദശരഥൻ്റെ സത്യപാലനം ചെയ്തും ബ്രഹ്മദേവ സങ്കട നിവാരണവും ചെയ്തും മഹത്വം സൃഷ്ടിച്ചു മഹാവിഷ്ണു. ലൗകിക ചിന്തയിൽ ലയിച്ച് അജ്ഞാനികളായ മനുഷ്യർക്ക് മോക്ഷമാർഗത്തിനു ഭഗവാൻ നേരിട്ടു സൃഷ്ടിച്ച കഥയാണ് രാമായണ കഥ. ലോകാധിപതിയായ വിഷ്ണു ഭഗവാൻ കാമം, ക്രോധം, മോഹം, രാഗം തുടങ്ങിയ വികാരങ്ങളെ ലൗകിക വ്യവഹാരങ്ങളിൽ സ്വയം ഏറ്റെടുത്ത് അഭിനയിച്ച് ആ കഥയിലൂടെ നന്മ തിന്മയും ഗുണദോഷങ്ങളെയും പാഠം ചെയ്യാനായി നമുക്ക് തന്നിരിക്കുന്നു. കാലദേശത്തിനു യോജിച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ട നമ്മൾ ത്രിഗുണ സ്വാധീനത്തിൽ എങ്ങനെ പ്രവർത്തിച്ച് ജ്ഞാനം അദ്വൈതവും എങ്ങനെ സാധാരണ മനുഷ്യനും പ്രാപ്തമാക്കണമെന്ന് ഇതിലൂടെ അറിയുന്നതാണ്. മുനികൾ, സനകാദികൾ, നിർമ്മല ഭക്തരും ഇവയൊക്കെ സരസമായി അറിയുന്നവരാണ്. ഇങ്ങനെ വിവരണ വരികൾ. ശൗര്യവാനായ ലക്ഷ്മണൻ കിഷ്കിന്ധയെത്തി. ചെറുഞാണലിയിട്ടു വില്ലും കുലച്ചു നിന്നു. വാനരർ ഉൾപ്പെടെ കിഷ്കിന്ധയാകെ ഭയന്നു വിറച്ചു. നേരിടാനായി ഭയന്നു വന്ന വാനരരെ അകലെ പായിച്ചിട്ട് അംഗദകുമാരൻ വന്ന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു. പ്രീതനായി ലക്ഷ്മണൻ അവനോട് പറഞ്ഞു, മിത്ര വഞ്ചന ചെയ്ത സുഗ്രീവവധം നടക്കുന്നതാണ്. താമസമില്ല. രാമസന്നിധിയിൽ സുഗ്രീവൻ എത്തുമെങ്കിൽ മറിച്ചും ആകാം. അംഗദൻ പോയി സുഗ്രീവനെ വിവരമറിയിച്ചു. ഭയചകിതനായ സുഗ്രീവൻ ലക്ഷ്മണനെ കൂട്ടിവരുവാൻ മന്ത്രി ഹനുമാനെയും അംഗദനോടും നിർദ്ദേശിച്ചു. ആരെയോടായി പറഞ്ഞു, നീ ലക്ഷ്മണ സമീപം പോയി ലക്ഷ്മണൻ്റെ കോപശമനം വരുത്തണം. അതു കേട്ടുകൊണ്ട് താര നടുമുറ്റത്തായി വന്നു നിന്നു. അംഗദനും ഹനുമാനും ലക്ഷ്മണനെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ടുവരുന്ന വഴി താരയെ കണ്ടു. അവർ ലക്ഷ്മണനോടായി പറഞ്ഞു, ഭൃത്യരായ ഞങ്ങളും ഈ കാണുന്ന മന്ദിരം ഉൾപ്പെടെ എല്ലാം തന്നെ അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ്. കുറച്ചു കാലം ദുഃഖം അനുഭവിച്ച വാനരശ്രേഷ്ഠൻ സുഖത്തിൽ മുഴുകി വിപരീത ഫലം ഉണ്ടായി. എങ്കിലും ദേവിയുടെ അന്വേഷണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം മംഗളമായി വരും. സുഗ്രീവനെ അങ്ങ് കാണും. ശേഷം രാമപാദം വണങ്ങി കാര്യസാധ്യവും ഉണ്ടാകാവുന്നതാണ്. ലജ്ജയും ഭയവും കലർന്ന സുഗ്രീവനെ ലക്ഷ്മണൻ കണ്ടു ചോദിച്ചു, രഘുസത്തമനെ നീ എന്തുകൊണ്ട് മറന്നു? ബാലിയെ കൊന്ന അസ്ത്രം ഇപ്പോഴും ഇരിപ്പുണ്ട്. സഹോദരനൊപ്പം പോകാൻ ആഗ്രഹമുണ്ടോ എന്നറിയാൻ രാമദേവൻ എന്നെ അയച്ചിരിക്കുകയാണ്. സുഗ്രീവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാമോ? ഭക്തനായ ഞാൻ ഒന്നും മറന്നിട്ടില്ല. കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വേഗം തന്നെ കാര്യസാധ്യവും ഉണ്ടാകുന്നതാണ്. ശാന്തനായി കേട്ടുനിന്ന ലക്ഷ്മണനെ യഥാവിധി പൂജിച്ചു വണങ്ങി സുഗ്രീവൻ.
എല്ലാത്തിലും രാമദേവൻ തന്നെ ജയം വരുത്തും. ഞങ്ങൾ വെറും സഹായികൾ മാത്രമായി നിന്നാൽ പോരെ. കേട്ട ലക്ഷ്മണൻ പറഞ്ഞു, പരുഷവാക്കുകൾ ഞാൻ പറഞ്ഞുപോയി, നീ ക്ഷമിക്കുക. സ്നേഹം അധികം ഉള്ളതിനാലാണ് സങ്കടം വർദ്ധിച്ച് പറയേണ്ടി വന്നത്. ഒട്ടും വൈകാതെ നമ്മൾക്ക് ശ്രീരാമസന്നിധിയിൽ എത്തണം. അഗ്രജന്നാജ്ഞയാ സൗമിത്രീ സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈകൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യ കഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷ്യവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കെ വേവിക്കാതെയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്തൽക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു. നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാനവ്യക്തൻ അദ്വയൻ. കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവദവ്യാപ്തൻ അനന്തൻ അനാമയൻ. ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു. ചക്രു കിലുകില ശബ്ദം ഭരവശാൽ വപ്രോപരിവാഞ്ഞുകല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ച് ഏവരും
പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം അംഗദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായി ആശ്ലേഷവും ചെയ്ത് അവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗശ്ചവത്സാത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കും എന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്തു മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും. ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ പോരും എന്നരുൾ ചെയ്തതു. ചെന്ന് പറകന്ന് ചൊന്നതു കേട്ടൊരു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു. ഗോപുരദ്വാരി പുറത്തുഭാഗത്തിനി കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തല്ലായകിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രി പ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോടും കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായൊരു സുമിത്ര തനയനി. മാരുതിയെ പറഞ്ഞേവം അയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യസാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്ത് പുറത്തുഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജാധാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂധപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യ മുഖിയായ മാനിനി താരാജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം
ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ ഭക്തനായത്രയുമുത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാപല്യമേറുമി ജാതികൾ കോർക്കേണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപാരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10,000 ദൂതന്മാരെ വിട്ടതു 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡം ഇനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം പുത്രകളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ട് അവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലിതേക്ഷണനാം കപിസത്തമ്മനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നറിയ നീ അഗ്രജ മാർഗം ഗമിക്കിലായാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ യുദ്ധം അരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ല ഏതും വിസ്മയമമ്മാറു കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരണ്യലേശേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർദ്ധമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ
പരുഷ്യങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക് മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനടോ. വൈകാതെ പോക വനത്തിനു നാമിനി, രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.